പ്രിയ ദൈവജനമേ, ഈ നോമ്പുകാലത്തിൽ ഓർമ്മകളുടെ വിശുദ്ധീകരണം കൂടി നടക്കണം. പഴയ ഓർമ്മകളുടെ തടവറയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ജീവിതത്തിൽ എപ്പോഴോ എവിടെയോ സംഭവിച്ച വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഭൂതകാലമാണ് അവരുടെ വർത്തമാനകാലം. ഭാവി കാലത്തേക്ക് കടക്കാൻ പ്രത്യാശയുള്ളവരാകാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. നോമ്പുകാലം ഇതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ആണ്ടിൽ ഈ ഓർമ്മകളുടെ വിശുദ്ധീകരണം എന്ന ഒരു ചിന്ത സഭയിൽ അവതരിപ്പിച്ചു. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ചിന്ത തന്നെയാണത്. മാർപ്പാപ്പ പറഞ്ഞു, സഭയുടെ കാലഘട്ടത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകൾക്കും തെറ്റുകൾക്കും വിശുദ്ധീകരണം ആവശ്യമാണ്. ചില ഓർമ്മകൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. അതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നമുക്കൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റണം. യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. നമുക്ക് ഒന്ന് ഓർത്തു നോക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, കുംഭസാരം, വിശുദ്ധ കുർബാന അർപ്പണം, വിശുദ്ധ കുർബാനയുടെ മുന്നിലുള്ള ആരാധന, കുരിശിൻ്റെ വഴി, ഇതിലൂടെയൊക്കെ നമ്മുടെ ഓർമ്മകളെ പൂർണ്ണമായും കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവ് കടന്നുപോയ സഹനത്തിൻ്റെയും കുരിശു ചുമക്കലിൻ്റെയും കുരിശുമരണത്തിൻ്റെയും വഴിയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സമർപ്പിച്ച് അത് രക്ഷാകരമാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നോമ്പുകാലം അതിൻ്റെ വലിയ ഫലങ്ങൾ നമുക്ക് നൽകും. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഈ വലിയ നോമ്പിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ കഴുകി വിശുദ്ധീകരിക്കുന്ന കൃപയുടെ ജലം നമ്മിലൂടെ ഒഴുകട്ടെ. ആമേൻ.